രണ്ടാം കാലവും മൂന്നാം കാലവും നാലാം കാലവും കാലിടുന്ന രീതി. അഞ്ചാം കാലം നേർക്കോലടിച്ച് കിടക്കുക ചെയ്യുക. അപ്പോൾ അഞ്ചാം കാലം ആദ്യം ഒന്ന് കാലിട്ടിട്ട് താളവട്ടത്തിലേക്ക് കിടക്കാം, പിന്നെ നാലാം കാലം ഇട്ട് കിടക്കാം, മൂന്നാം കാലം, രണ്ടാം കാലം. ഇതൊന്ന് കാലിട്ട് കയറുന്ന രീതി ഒന്ന് കാണിക്കണം. അത് വിട്ടുപോയതാണ്. അതിൽ മൂന്നാം കാലവും നാലാം കാലവും കാലിടുമ്പോൾ വലന്തല ഒപ്പം താളം പിടിച്ചിട്ട് താളവട്ടം താളം പിടിച്ച് കാണിക്കുകയും ചെയ്യാം. രണ്ട് തരത്തിലും. ആദ്യം അഞ്ചാം കാലം ഒന്ന് കിടക്കൂ, ഡ ണ ണ ണ ഇരട്ടി പിടിച്ച് അഞ്ചാം കാലം കയറി വേണ്ടു. ഒരു നിലയിലേക്ക് കയറി നിർത്താം അഞ്ചാം കാലം. ഇങ്ങനെ കയറി വേണ്ടു. അഞ്ചാം കാലം സാധാരണ ചെയ്യുമ്പോൾ ഈ അടിസ്ഥാന താളങ്ങൾ മുഴുവൻ ഇരട്ടി പിടിച്ചിട്ട് കാലിട്ട് കയറുക. നമ്മൾ സാധാരണ മുറുകിയ ചെമ്പട ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ഡ ണ ണ ണ ഡ ണ ഡ ണ കൂട്ടിയിട്ട് കയറാറേ ഉള്ളൂ. നാലാം കാലം കാലിടുമ്പോൾ മൂന്നടി അടിച്ചിട്ട്, നാലാം കാലത്തിൻ്റെ ഒരു താളവട്ടത്തിൻ്റെ അവസാനത്തെ മൂന്നടി, ആ മൂന്നടി അടിച്ചിട്ട് കാലിടാൻ തുടങ്ങാം. ഇനി നില തുടങ്ങാൻ വേണ്ടു. ഒന്നുകൂടി ഇട്ട് കാണിക്കാം. ഡ ഇതിൽ തന്നെ ഇതിപ്പോൾ എങ്ങനെയാണ് പഞ്ചാരി നാലാം കാലം ആയേ എന്നുള്ളതൊന്ന് നോക്കാം. ഈ കാലിടണ വിഷയത്തിൽ പല സ്ഥലങ്ങളിലും പ്രാദേശികമായിട്ട് പല തരത്തിലും കാലിടുന്നതിലും മാറ്റം കാണുന്നുണ്ട്. അതിലേതാണ് ശരി എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഇവിടെ ഞാൻ കാണിക്കാൻ പോണത്. ഈ കാലിടുന്നത് ആദ്യത്തെ ഡ കഴിഞ്ഞാൽ അടുത്ത ആ ണ വക്കത്ത് വയ്ക്കുന്നത് ഒഴിവാണ്. അപ്പോൾ ആദ്യത്തെ ണ കഴിഞ്ഞാൽ രണ്ടാമത്തെ ണ മുതൽ താളം പിടിക്കാം. ഒരു താളവട്ടം മുഴുവൻ താളം പിടിക്കുക. ആ താളം പിടിക്കുന്നതിൻ്റെ അവസാനത്തെ അടിയിമിൽ നിന്ന് കാലിട്ട് തുടങ്ങുക. കുറച്ച് കാലം താഴ്ന്ന കാലത്തിലായിക്കോട്ടെ. ഇതൊന്ന് തുടങ്ങാം. അപ്പോൾ കാലിടുന്നത് വലന്തല താളത്തിന് താളം പിടിച്ചാൽ കൃത്യമാവണം. താളവട്ടത്തിൻ്റെ അവസാനത്തെ അടിയാണ് ആദ്യത്തെ ഡ എന്നടിക്കുന്ന അടി. അതിൽ നിന്ന് തുടങ്ങിയ താളവട്ടം നില തുടങ്ങുന്നത് വരെ താളവട്ടം കൃത്യമാവണം. ഇനി നമുക്ക് മൂന്നാം കാലം ഒന്ന് നോക്കാം. മൂന്നാം കാലം ഇതുപോലെ തന്നെ മൂന്നടി ഈ കാലത്തിൽ അടിച്ചാൽ മതി. മൂന്നാമത്തെ അടിയിൽ നിന്ന് കാലിട്ട് തുടങ്ങാം. മൂന്നാം കാലം കാലിടലിപ്പോൾ നമ്മൾ സാധാരണ കാലിടുമ്പോൾ താളം പിടിക്കുന്ന പോലെയാണ് താളം പിടിച്ച്. ഇനി താളവട്ടം പിടിച്ചിട്ട് നോക്കാം. അടുത്തൽ വലന്തല ത ത ത ത ദീം 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 മുതൽ തുടങ്ങാം. ന ത ഡ ഡ ഡ ഡ
മൂന്നാം കാലത്തിൻ്റെ താളവട്ടത്തിൽ. ഇനി രണ്ടാം കാലം നമ്മൾ കാലിട്ട് കൊട്ടുന്ന രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ കാലിടൽ, രണ്ടാം കാലത്തിൻ്റെ കാലിടലൊന്ന് കാണിക്കാം. ആദ്യം വലന്തിലൊന്ന് പിടിച്ച് കാണിച്ചോളൂ. 3 ഖണ്ഡം. ത 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 ദീം 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 ത 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 ദീം 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 ത ദീം. അതൊന്ന് പിടിച്ച് കാണിക്കാം. പകുതി കണക്ക് തുടങ്ങിയാൽ മതി. കാലം രണ്ടാം കാലത്തിൻ്റെ കാലടൽ സാധാരണ നമ്മൾ ചെയ്യാറുള്ളതാണ് ഇപ്പോൾ ചെയ്തത്. ഇനി അത് താളവട്ടം പിടിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം. ധീ താളവട്ടം. രണ്ടാം കാലം കാലിടുന്ന രീതി മാത്രമേ നമുക്ക് പറയേണ്ടതുള്ളൂ. ഒന്നാമത്തെ കാലം പതികാലമായിട്ട് കൊട്ടി വന്നതുകൊണ്ട് രണ്ടാം കാലത്തിൽ അതിലെടുക്കുന്ന കലാശങ്ങളും കുഴമറിക്കലും നിലയും ഒക്കെ അതിൽ വരുന്നതാണ്.